ഹായ് ഗൈസ്, ഇത് 100 days of Stalnera 47th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് ഷോൾഡർ ആണ്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആം ലാൻഡ് മൈൻ പ്രസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. ഈച്ച് ഹാൻഡിനും സെയിം റെപ്പ് ആയിരിക്കണം. 10 to 50. ഓപ്പോസിറ്റ് ഹാൻഡിനും 10 to 50. 10 to 50 സെറ്റ് ഈച്ച് ഹാൻഡിനും കംപ്ലീറ്റ് ചെയ്യുക. ഷോൾഡറിന് ഫസ്റ്റ് ഒരു പമ്പ് കിട്ടും. സ്ട്രെച്ച് ചെയ്ത് വാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് വർക്കൗട്ടിലോട്ട് കയറുന്നത്. അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും. 45 ദിവസം കൊണ്ട് 84 കിലോ വരെ ആയിട്ടുണ്ട്. അറൗണ്ട് 9 കിലോ ലൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈസെഡ് ബാർബൽ അപ്രൈറ്റ് റോ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ. അത് കഴിഞ്ഞ് സീറ്റഡ് ഡംബൽ ലാറ്റർ റൈസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് സീറ്റഡ് കേബിൾ ഫേസ് പുള്ളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. നല്ല സ്റ്റാൻഡായിട്ട് സ്റ്റഡി ആയിട്ട് ചെയ്യുക. നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്യുക. അപ്പം നല്ല രീതിയിലുള്ള പമ്പ് കിട്ടും. അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് അടുത്തുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ റിവേഴ്സ് ഫ്ലൈ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് റിവേഴ്സ് ഫ്ലൈ വരുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യുക. പിന്നെ റെസ്റ്റ് എടുക്കേണ്ടവർ റെസ്റ്റ് എടുത്തിട്ട് വർക്കൗട്ട് അടുത്തോട്ട് പോവുക. ഇത് ഇൻക്ലൈൻ ഡംബൽ റിവേഴ്സ് ഫ്ലൈ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ. അടുത്ത വർക്കൗട്ട് 6ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സ്മിത്ത് മെഷീൻ സ്ട്രഗ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെയാണ് അത് ചെയ്യുന്നത്. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ, സി യു.